ഇന്ന് വെറും 60 രൂപക്ക് സാമ്പാർ കൂട്ട് വാങ്ങിയിട്ട് വരും. ഇന്ന് സാമ്പാറാണ്. ഇതിൽ മുരിങ്ങക്കായ പെടൂല കേട്ടല്ലേ. മുരിങ്ങക്കായ നമ്മളെ കാരണം അവിടെ നിന്ന് വെറുതെ എടുത്താൽ. ഇതാണ് മുരിങ്ങ കൂട്ടിട്ടില്ലേ ഇന്നത്തെ സാമ്പാർ സാമ്പാർ സാമ്പാർ. എല്ലാം പാത്രത്തിലായിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ പാത്രത്തിലായിട്ടുണ്ട്. ഞാൻ ആദ്യം വെണ്ടയ്ക്കും ചെറിയ ഉള്ളിയും പച്ചമുളകും വാട്ടണം. സാമ്പാറിൻ്റെ ഫസ്റ്റ് ഘട്ടങ്ങളാണ് തുടങ്ങുന്നത്. ഓക്കെ ഓക്കെ ഗ്യാസ് ഞങ്ങളിടുന്ന കുക്കറിലേക്ക് ഇടുന്നു. കുക്കറിലിട്ടിട്ടാണ് ഇടിക്കുന്നത്. വറുത്തതാണല്ലോ. പുതിയപ്പള ഇതെന്താണ്? സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അവസാന ഘട്ടം എന്നുള്ള നിലക്ക് മുരിങ്ങ കോലിട്ടിരിക്കുന്നു. മുരിങ്ങക്കായ ഇനി ഒരൊറ്റ വിസിലുള്ളൂ. ഒരു വിസിലിൽ നമ്മളുടെ രംഗം അവസാനിക്കും. എനിക്ക് സാധനം റെഡി ആയിട്ടുണ്ട്. ഇതാ സാമ്പാറിന് കൂട്ട് മീനായിട്ടില്ല, അത് വേറെ കാര്യം. ഫുള്ള് ഇതില്ല, ഇതിലേക്കൊന്ന് മാറ്റി ഒഴിക്കണത്. യെസ്, ഇതിലേക്ക് ഒഴിക്കില്ലേ? തൂമിച്ചിട്ട് വയ്ക്കണം. ഓക്കെ ഓക്കെ. ഓ മീൻ ഇതാ വറുത്ത് ഞങ്ങൾ നേറി വെക്കട്ടെ. ഇനി അടുത്ത പൊരിക്കാനുള്ള ഒരു 2 സെറ്റായിട്ടാണ് പൊരിക്കണ്ടോ. അയവ ചുവപ്പ് മീനും ചുവപ്പ് പാത്രവും, ചുവപ്പ് മീനും ചുവപ്പ് പാത്രം. ടാൻ എണ്ണ ഒഴിക്കൂ. മതി. ഇതൊക്കെ എന്താ ഇത് ചൂടാവണ്ടേ? അതിൻ്റെ അടിയിൽ വെച്ചാൽ കുരുവല്ലേ. എന്തൊക്കെ ഗ്യാസ് ഞങ്ങൾ മറ്റേ ചട്ടിയിലാണ് പൊരിച്ചത്. അങ്ങനത്തെ കുണ്ടൻ ചട്ടിയിൽ പൊരിച്ചാൽ നടക്കൂല. ഇതിലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ കുണ്ടൻ ചട്ടി ഇതിവിടെ കരിയണം. എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നു. കടുക് തെര പൊട്ടുന്നു. അത് കൈ കൊണ്ട് പൊട്ടിച്ചൂടെ? ഒരു സമയം കുറേ ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ മുഖം ഒന്നിച്ചൊരൊറ്റ പൊടിച്ചില്ലേ. എന്താ കായം വേണ്ടേ? എന്ത് സാമ്പാർ പൊടി കുറച്ചില്ല. കുറച്ചധികമായി. കിളക്കി കടുവറ. അതാ പെട്ടെന്ന് കിട്ടാം. അയ്യോ കടുവറ. എന്തൊരു കഥ. ഇങ്ങനെ കുരക്കണം. അപ്പോൾ സാധനം റെഡിയായി എന്നാണ് അർത്ഥം. കുര വന്ന